ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ ഐറ്റം പരീക്ഷിക്കാനാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് എഗ് ബിരിയാണിയാണ്. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അതിനെടുത്ത് വെച്ചിരിക്കുന്നത് ഗ്രാൻഡിന്റെ ബിരിയാണി മിക്സ് ആണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിരിക്കുന്ന ഡാൽഡ, മസാല, എസൻസ് ഞാൻ പൈനാപ്പിളിന്റെ എസൻസ് ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിരിക്കുന്നത് സബോള ഏകദേശം ഒരു 10 സബോളയോളം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വേപ്പില, 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ക്യാരറ്റ്, ഒരു പൊറ്റ് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 പച്ചമുളക്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിരിക്കുന്നത് ഉപ്പ്, കുരുമുളക്, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, ഏലക്ക, മുളക് പൊടി. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നതാണ് എഗ്ഗ്. അത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എത്ര എഗ്ഗ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആദ്യം എഗ് കറി തയ്യാറാക്കാം. അപ്പം അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുക. ഈ സബോള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സബോള വഴന്ന് കിട്ടാനായിട്ട് നല്ലതാണ്. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ വഴന്നു വന്ന ഈ സബോളയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അടി പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നമ്മൾ 2 തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു. ആ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 2.25 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഗരം മസാല, അതൊരു 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു പച്ചമണം വിട്ട് പോകുന്നവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അടി പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എഗ് കറി തയ്യാറാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ എഗ്ഗും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് കറി തയ്യാറായി കഴിഞ്ഞു. ഇപ്പോഴേ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ചേർത്തതിന് ശേഷം വാങ്ങി വയ്ക്കണം. ഇനി അതിനുശേഷം നമ്മൾ ഡാൽഡയാണ് കൊടുക്കുന്നത്. അതിലൊരു 50 ഗ്രാമോളം ഡാൽഡയാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ കരയാമ്പൂ, ഏലപ്പട്ട, ഏലക്കായ,
കറുവപ്പട്ട. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബിരിയാണി റൈസ് ഞാൻ ആദ്യമേ തന്നെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് അത് എല്ലായിടത്തേക്കും ആ മസാല അതിലേക്ക് ചേരുള്ളൂ. അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് കളർ കിട്ടാനായിട്ട് ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള പൊടിയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ കളർ കിട്ടുന്നതിന് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കളർ എല്ലായിടത്തേക്കും ഒന്ന് യോജിച്ചിട്ടുണ്ടാവും. ഇപ്പോഴേ തന്നെ നമുക്ക് ആ റൈസിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമുക്ക് അരി ഉണ്ടായിരുന്നത് ഒരു 3 വലിയ ഗ്ലാസ് അരിയായിരുന്നു നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ 3 ഗ്ലാസ് അരിയിലേക്ക് 5 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഒരു വിസിൽ വരുത്തേണ്ടതുള്ളൂ. ഒരു വിസിലാകുമ്പോൾ തന്നെ നമുക്കത് വെന്തിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ താഴേക്ക് വാങ്ങി വെച്ചതിന് ശേഷം ആ വിസിൽ കളഞ്ഞ് നമുക്ക് ആ റൈസ് എടുക്കാവുന്നതാണ്. നമ്മൾ റൈസ് വാങ്ങി വയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് എസൻസ് ഇട്ടതിന് ശേഷമാണ് വാങ്ങി വയ്ക്കുന്നത്. ഇനി അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ക്യാരറ്റ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നു. ആ ക്യാരറ്റും കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ താല്പര്യം പോലെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്കത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ തക്കാളിയും സബോളയും കൂടി ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.